എല്ലാ പ്രേക്ഷകർക്കും മസ്റ്റർ മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളുടെ ബന്ധം തുടരാനാകുമോ കൃത്യമായി അറിയാമെന്നതിനെക്കുറിച്ചാണ്. നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് 2 ഫയലുകളാണ്. അതിലിഷ്ടമുള്ളൊരു ഫയൽ നിങ്ങൾ തിരഞ്ഞെടുക്കുക. അതിനുശേഷം വീഡിയോ തുടർന്ന് കാണുക. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. നമുക്ക് ഒന്നാമത്തെ ഫയലായ ഈ ഉപ്പനെ ഫയലായി തിരഞ്ഞെടുത്തവരുടെ റീഡിങ്ങിലേക്ക് പോകാം, അല്ലെങ്കിൽ ചെമ്പോത്തിനെ ഫയലായി തിരഞ്ഞെടുത്തവരുടെ റീഡിങ്ങിലേക്ക് പോകാം. നിങ്ങൾക്കും നിങ്ങളുടെ വ്യക്തിക്കും ഈ ബന്ധം തുടർന്ന് കൊണ്ടുപോകാൻ കഴിയുമോ? ജീവിതത്തിൽ ആ വ്യക്തിക്കൊപ്പം ചേർന്നുകൊണ്ട് ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള യാത്രകൾക്ക് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുമോ? അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള തടസ്സം ഉണ്ടാകുമോ? അല്ലെങ്കിൽ അങ്ങനെ പോകുന്നത് നല്ലതാണോ എന്നതിനെക്കുറിച്ചാണ് നാം നോക്കുന്നത്. ഏതായാലും വലിയ പ്രതിസന്ധികളും വലിയ പ്രശ്നങ്ങളും അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ തരത്തിലുള്ള സംഘർഷഭരിതമായ ജീവിതം ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളിലും നിങ്ങൾ അകപ്പെട്ടപ്പോൾ നിങ്ങളെ സഹായിക്കാൻ അധികം ആരും ഒന്നും ഉണ്ടായിട്ടില്ല. നിങ്ങൾ തകർന്ന് തരിപ്പണമാകുന്നത് കണ്ടു നിന്ന് ചിരിച്ചവരും അതങ്ങനെ ആകാൻ ആഗ്രഹിച്ചവരൊക്കെ ഒരുപാട് പേരുണ്ട്. പലപ്പോഴും നിങ്ങളുടെ വ്യക്തി അല്ലെങ്കിൽ നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയില്ല. നിങ്ങൾ പലപ്പോഴും നിങ്ങൾ സ്നേഹിച്ച വ്യക്തിയെ പരിഗണിച്ചോ എന്ന് ചോദിച്ചാൽ അതിൽ ചില സംശയങ്ങളുണ്ട്. കാരണം നിങ്ങൾ സ്നേഹിച്ച വ്യക്തിയെ പരിഗണിക്കുന്നതിന് ചില തടസ്സങ്ങളുണ്ടായിരുന്നു. കാരണം നിങ്ങൾ മനസ്സാൽ ആ വ്യക്തിക്ക് ആദ്യം വലിയ പ്രാധാന്യമൊന്നും നൽകിയിരുന്നില്ല. നിങ്ങളെ മൗനമായി സ്നേഹിച്ച, നിങ്ങളോട് ഇഷ്ടമുണ്ടായിരുന്ന, നിങ്ങളോട് ഇഷ്ടം ഇപ്പോഴുമുള്ള, നിങ്ങൾക്ക് വേണ്ടി കൃത്യമായി പ്രാർത്ഥനകളും നിങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുകയൊക്കെ ചെയ്ത ആ വ്യക്തിയെ നിങ്ങൾ യഥാവിധി പരിഗണിച്ചില്ല, പദവി നൽകിയില്ല. പദവി നൽകുക എന്ന് ഉദ്ദേശിക്കുന്നത് വലിയ സ്ഥാനമാനങ്ങളല്ല. നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു സ്ഥാനം ആ വ്യക്തിക്ക് പലപ്പോഴും നൽകിയില്ല. നിങ്ങൾ വിചാരിച്ചത് നിങ്ങൾ മറ്റു ചിലരെ കണക്കാക്കിയിരുന്നു. അവർക്ക് കൂടുതൽ പ്രാധാന്യം നിങ്ങൾ നൽകി. നിങ്ങളുടെ വ്യക്തിയെ നിങ്ങൾ അവഗണിച്ചു. നിങ്ങളുടെ വ്യക്തി എന്ന് പറയുമ്പോൾ നിങ്ങളെ കൃത്യമായി സ്നേഹിച്ച, നിങ്ങളെ മനസ്സ് ഉരുകി നിങ്ങൾക്ക് വേണ്ടി നിലപാടെടുത്ത ആ വ്യക്തിയെ നിങ്ങൾ പലപ്പോഴും അവഗണിച്ചു. അതിൻ്റെ ഫലമായിട്ട് ആ വ്യക്തിയും നിങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ നിങ്ങളുടെ പ്രവർത്തികളാൽ വിള്ളലുണ്ടായി. ആ വ്യക്തി ആത്മാർത്ഥമായി മാത്രമേ നിങ്ങളെ സ്നേഹിച്ചിട്ടുള്ളൂ. ആ വ്യക്തി ആത്മാർത്ഥമായി മാത്രമേ നിങ്ങളെ സമീപിച്ചിട്ടുള്ളൂ. പക്ഷെ നിങ്ങൾ ആ വ്യക്തിയെ അവഗണിച്ചു. ആ വ്യക്തിക്ക് നൽകേണ്ട പ്രാധാന്യം നൽകിയില്ല. മറ്റു ചിലർക്ക് ആ വ്യക്തിയേക്കാൾ പ്രാധാന്യം നൽകുകയും ചെയ്തു. പക്ഷെ അവസാനം ആരുടെയൊക്കെ മഞ്ഞളിപ്പുകൾ കണ്ടാണ് നിങ്ങൾ ആകൃഷ്ടരായി പോയത്. അവർ നിങ്ങളെ വഞ്ചിക്കുകയും നിങ്ങളെ വലിയ പ്രതിസന്ധികളിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നും സംരക്ഷിക്കാൻ നിങ്ങളുടെ വ്യക്തി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ അവസ്ഥയിലേക്ക് നിങ്ങളെത്തി. നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ദൃഢമായ ജീവിതം, ശക്തമായ ജീവിതം, അത് നിങ്ങൾക്ക് ഏറ്റവും വലിയ മുതൽക്കൂട്ടാണ്. മറ്റുള്ളവർ നിങ്ങളെ വഞ്ചിക്കുക മാത്രമേ ചെയ്യുകയുള്ളൂ. അതായത് രണ്ടാമത്തെ ഫയലായ കാക്കയെ ഫയലായി സ്വീകരിച്ചവരുടെ റീഡിങ്ങിലേക്ക് പോകാം. നിങ്ങളുടെ വ്യക്തി നിങ്ങൾക്ക് കാഴ്ചയിലോ ഒരുപക്ഷെ ആ വ്യക്തിയിൽ നിന്നുള്ള നിങ്ങളുടെ പെരുമാറ്റത്തിലോ നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു സന്തോഷം നൽകണമെന്നില്ല. നിങ്ങളതിനേക്കാൾ വലിയ ആളുകളെ, അതിനേക്കാൾ നല്ലതെന്ന് അല്ലെങ്കിൽ തിളക്കമുള്ളത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നവർക്ക് പുറകെ നിങ്ങൾ പോകുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ സ്നേഹിച്ച അത്രയും, നിങ്ങളുടെ വ്യക്തി നിങ്ങളെ പരിഗണിച്ച അത്രയും ആരും പരിഗണിച്ചില്ല. അനാവശ്യമായ ഒരു സംസാരമോ വാക്കോ പറഞ്ഞ് നിങ്ങളെ മയക്കുന്നതിന് നിങ്ങളുടെ വ്യക്തി ശ്രമിച്ചിട്ടില്ല. നിങ്ങളിൽ നിന്ന് അന്യായമായി എന്തെങ്കിലും നേടിയെടുത്ത് നിങ്ങളെ വഞ്ചിക്കണമെന്ന് നിങ്ങളുടെ വ്യക്തി ആഗ്രഹിച്ചില്ല. നിങ്ങളുടെ വ്യക്തി എക്കാലത്തും ആഗ്രഹിച്ചതും നിങ്ങളുടെ വ്യക്തി എക്കാലത്തും സ്വപ്നം കണ്ടതും നിങ്ങളോടൊപ്പമുള്ള ഒരു മാന്യമായ ജീവിതം മാത്രമാണ്. അതിന് പുകമറ സൃഷ്ടിക്കാൻ വേണ്ടി കുറേ ആളുകൾ നിങ്ങൾക്ക് മുമ്പിലുണ്ടായിരുന്നു. നിങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് ആ വ്യക്തിയെ മോശമാക്കാനും ആ വ്യക്തിയെ ടാറടിച്ച് കാണിക്കാനൊക്കെ അവർ ശ്രമിച്ചു. അവരുടെ ശ്രമങ്ങൾ ഒരു പരിധിവരെ നിങ്ങൾ ഉൾക്കൊണ്ട് നിങ്ങളത്
വിശ്വസിച്ച് മുന്നോട്ട് പോയി. നിങ്ങളുടെ വ്യക്തിക്കൊരു സ്വാർത്ഥതയുണ്ടായിരുന്നില്ല, ആത്മാർത്ഥമായ സമീപനങ്ങളായിരുന്നു. പക്ഷെ അതിൻ്റെ മൂല്യങ്ങളും അതിൻ്റെ സത്യങ്ങളും പലപ്പോഴും മനസ്സിലാക്കുന്നതിന് നിങ്ങൾക്ക് സാധിച്ചില്ല. നിങ്ങളതിൻ്റെ പുകമറയ്ക്ക് പിന്നിലൂടെ സഞ്ചരിച്ചപ്പോൾ, നിങ്ങളതിൻ്റെ പ്രതിസന്ധിയിലൂടെ സഞ്ചരിച്ചപ്പോൾ തീർച്ചയായിട്ടും ആ വ്യക്തിയുടെ ഭാഗത്തു നിന്നുണ്ടായ, ആ വ്യക്തിയുടെ മനസ്സിൽ നിന്നുണ്ടായ ചില കാര്യങ്ങൾ അത് നിങ്ങൾ കണ്ടില്ല, കേട്ടില്ല. ആ വ്യക്തിക്ക് ഒരുപാട് വിഷമമുണ്ടായിരുന്നു നിങ്ങൾ അവഗണിച്ചപ്പോൾ. അധികം സംസാരിക്കാത്തതും അധികം വഞ്ചിക്കാനോ, അധികമെന്നല്ല ഒട്ടും വഞ്ചിക്കാനോ നുണ പറയാനോ നിങ്ങളുടെ വ്യക്തിക്ക് കഴിയില്ലായിരുന്നു. നിങ്ങളോട് നേരെ വാ എന്ന സമീപനം മാത്രമാണ് ആ വ്യക്തി സ്വീകരിച്ചത്. മറ്റു പലരുടെയും മനസ്സിനെ സ്വാധീനിക്കുന്ന, മനസ്സിനെ സോപ്പിടുന്ന, മനസ്സിനെ മയക്കുന്ന വാക്കുകളാണ് നിങ്ങളുടെ മനസ്സിലേക്ക് കയറിയത്. പക്ഷേ യഥാർത്ഥത്തിൽ നിങ്ങളുടെ വ്യക്തിയുടെ ഏറ്റവും മാന്യവും ആത്മാർത്ഥതയും എന്നാൽ പറയാനുള്ളത് കൃത്യമായി തുറന്നു പറയുകയും ചെയ്യുന്ന സമീപനത്തെ നിങ്ങൾ ആദ്യം സ്വീകരിച്ചില്ല. പക്ഷെ മറ്റുള്ളവരുടെ ചതിയിൽപ്പെട്ട് അവരുടെ മനസ്സെങ്ങനെയെന്ന് അറിഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി നിങ്ങളുടെ വ്യക്തിയാണ് ഏറ്റവും ജെന്യുവിനെന്ന്. ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയെ മനസ്സറിഞ്ഞ് സ്നേഹിക്കുന്നു. ആ വ്യക്തിയെ ബാഹ്യമായ രൂപത്തിലല്ല നിങ്ങൾ വിലയിരുത്തുന്നത്. ഇനി നിങ്ങളുടെ ബന്ധം ദൃഢമായി പോകും. ഈ ബന്ധം നിങ്ങൾക്ക് ഏറ്റവും മികച്ചതാണ്. ആദ്യം നിങ്ങൾക്ക് തോന്നിയ രീതിയിലല്ല കാര്യങ്ങൾ പോകുന്നത്. ഇതാണ് നന്മയും ഇതാണ് ശക്തിയും എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു. ഇതാണ് ആത്മാർത്ഥതയും എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.